കർത്താവായ യേശു നാമത്തിൽ എല്ലാവർക്കും സ്നേഹം. വലിയ ദൈവ സാന്നിധ്യം പകൽ കാലം നമ്മുടെ മധ്യത്തിൽ അനുഭവിക്കുന്നു. മറക്കുവാനാകാത്ത ഒരു ദിവസമായി ആ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവവചനം നിങ്ങളെ സ്പർശിക്കാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ലൈഫ് മാറും. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-27 സുപരിതമായ ഭാഗമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഭാഗമാണ്. സ്തോത്രം. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ആമേൻ. സ്തോത്രം. ദൈവശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ ദൈവസഭയിൽ ബന്ധപ്പെടുകയാണ്. ഈ പ്രൊഫറ്റിക് അവേക്കനിങ്ങിൽ എല്ലാ ദൈവമക്കളും, വീണ്ടും ജനിച്ചിരിക്കുന്ന പുതിയ സൃഷ്ടിയായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എല്ലാവരും നിർബന്ധമാണ് ദൈവത്തിന് നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. We must hear the voice of God. Hallelujah. 15-ാം നൂറ്റാണ്ടിൽ വലിയ ഒരു വിപ്ലവം നടന്നു, വലിയ റെവല്യൂഷൻ നടന്നു, വലിയ ഒരു ഉണർവ് നടന്നു. പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ നടന്നു. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യനെ, ഒരു കത്തോലിക്ക പുരോഹിതനാണ്, താൻ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ സ്റ്റുഡൻസിന് വേണ്ടി പഠിപ്പിക്കുന്നതിന്റെ മധ്യത്തിലാണ് തനിക്ക് ദൈവത്തോടുണ്ടായിരിക്കുന്ന ആ സ്നേഹത്തിലും ആഗ്രഹത്തിലും ഒക്കെ വചനത്തിന്റെ വെളിപ്പാടുകൾ, തന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിച്ച് തനിക്ക് ദൈവിക വെളിപ്പാടുകൾ, നിന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The just shall live by faith. അന്ന് വരെ കത്തോലിക്ക സഭയിൽ പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാർക്ക് മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത്. അവരാണ് ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത്. പഴയ നിയമത്തിലെ ആചാരം പോലെ പുതിയ നിയമത്തിലായെങ്കിലും 1400 AD എല്ലാം കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ മരണം കഴിഞ്ഞ് ഏകദേശം 400 വർഷങ്ങൾ ദൈവസഭ മുന്നിട്ടപ്പോൾ, ദൈവസഭയിൽ പഴയ നിയമത്തിന്റെ ആ ഒരു അനുഭവമായി പോയി. പുതിയ നിയമത്തിൽ മെൽക്കിസെദേക്കിന്റെ പൗരോഹിത്യം അനുസരിച്ച്, മെൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരം ദൈവം സകല പുതിയ നിയമ വിശ്വാസികളെയും രാജാക്കന്മാരും പുരോഹിതന്മാരാക്കി. എല്ലാവരും പുരോഹിതന്മാരാണ് എന്നുള്ള ആ ദൈവിക വെളിപ്പാട് ദൈവസഭയിൽ നിന്ന് നഷ്ടമായി. അങ്ങനെയാണ് AD 400 ശേഷം വീണ്ടും പൗരോഹിത്യ ശുശ്രൂഷകൾ ദൈവസഭയിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ പിന്നിലൊക്കെ അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ പുതിയ നിയമത്തിന്റെ ആ വെളിച്ചം, വെളിപ്പാടുകൾ 15-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് തിരികെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. വലിയ ഒരു ഉണർവ്, വലിയ ഒരു കാട്ടുതീ പോലെ ദൈവവചനത്തിന്റെ വെളിച്ചവും വെളിപ്പാടും. ചിലർ മാത്രമല്ല പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടത്. എല്ലാ വീണ്ടും ജനിച്ച ദൈവമക്കൾക്കും ഒരു പുരോഹിത അഭിഷേകത്താൽ ദൈവം അവരെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. That all believers are priests unto God. ഭയങ്കര വിപ്ലവം കൊണ്ടുവരുന്ന എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ദൈവമക്കളും, the universal priesthood of all believers. ആമേൻ. വലിയ ദൈവത്തിന്റെ സത്യം. ഈ മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല. എനിക്ക് നേരിട്ട് ദൈവസന്നിധിയിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എനിക്ക് വേണ്ടി ആ തിരുശീല കീറിയിരിക്കുന്നു. യേശുവിന്റെ ശരീരത്താൽ ആ വഴി ദൈവം തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ വേറൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. The universal priesthood of all believers. ആമേൻ. അന്ന് വരെ പുരോഹിതനില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അന്നേരം പുരോഹിതനില്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല, പാപം ക്ഷമിച്ചു കിട്ടുകയില്ല. അങ്ങനെയുള്ള പഠിപ്പിക്കലും അങ്ങനെയുള്ള കാഴ്ചപ്പാടുമായിരുന്നു ദൈവസഭകളിൽ ഉണ്ടായിരുന്ന. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. യേശുവിന്റെ രക്തത്തിന്റെ വിലയുടെ മഹത്വമാണ് നാം കേട്ടത്. 27 ശുശ്രൂഷയിൽ നമ്മൾ അതിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായിരുന്നു. ആ യാഗത്തിന്റെ വില മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈ മധ്യസ്ഥന്മാരുടെ ആവശ്യം നമുക്കില്ല. നാം എല്ലാവരും പുരോഹിതന്മാരാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു വലിയ തലമാണ് ദൈവത്തിന്റെ ശബ്ദം. പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, ദൈവത്തിന്റെ പ്രസൻസിൽ നിൽക്കുന്ന, ദൈവത്തിന്റെ ദൂതന്മാർ, ദൂതവാഹകരായിരിക്കുന്ന പ്രവാചകന്മാർ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിക്കുന്നവർ, ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ മെസ്സഞ്ചർ ആയിരിക്കുന്നവർക്ക് മാത്രം ദൈവശബ്ദം കേൾക്കാം. എന്തെങ്കിലും ദൈവം ഇടപെടുമെങ്കിൽ അവരോട് ഇടപെടും, എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് ദൈവം ഇടപെടും. അവർ ദൈവശബ്ദം കേൾക്കും, അവർ ദൈവജനത്തോട് പറയും. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിന്റെ വ്യവസ്ഥ. സ്തോത്രം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം മോശയെ കുറിച്ച് പറയുന്ന, പ്രവാചകന്മാരിൽ പ്രവാചകനായിരിക്കുന്ന മോശയെ കുറിച്ച് ദൈവം പറയുന്ന ആ ഭാഗം. മോശയോട് ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ദൈവം ആ പ്രവാചകനോട് സംസാരിക്കുന്നത് എന്ന്. ദൈവം പ്രവാചകനാരാണ്? ദൈവത്തിന്റെ ദൂതവാഹകനാണ്, ദൈവത്തിന്റെ മെസ്സഞ്ചറാണ്, ദൈവത്തിന്റെ മൗത്ത് പീസ് ആണ്, വായാണ് ഒരു പ്രവാചകൻ. ആമേൻ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, ദൈവം അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നടുവിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ദർശനത്തിലും സ്വപ്നത്തിലും ഞാൻ അവനോട് അരുളപ്പാടുകൾ അറിയിക്കും. If there is a prophet among you, I the Lord will make known myself unto him in a vision and will speak unto him in a dream. ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ എങ്ങനെയാ ദൈവം വെളിപ്പെടുത്തുന്നത്? സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ഞാൻ എന്നെ വെളിപ്പെടുത്തും. മോശ സ്പെഷ്യൽ ആണ്, എനിക്ക് എന്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് മോശയ്ക്ക് സ്വപ്നവും വെളിപ്പാട് മാത്രമല്ല, ഞാൻ നേരിട്ട് വന്ന് മുഖാമുഖം സംസാരിക്കുന്ന ഒരു സിസ്റ്റവും ദൈവം മോശയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകന്മാർ ദൈവശബ്ദം കേൾക്കും, സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമം വന്നപ്പോൾ പ്രവാചകനെ പ്രവാചകനാക്കി തീർക്കുന്ന എന്താണ്? പ്രവാചകന്റെ മേലുള്ള ഒരു പ്രാവചനികമായ ആത്മാവ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ഒരു പ്രാവചനികമായ ഒരു ഉണർവ്, ഒരു പ്രൊഫറ്റിക് അവേക്കനിങ് നടക്കുമ്പോൾ അതിന്റെ അർത്ഥം നിശ്ചയമായി പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ എന്ന ആ ഒരു ഓഫീസ് ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എല്ലാവരും പ്രാവചനികമായ പ്രവചനാത്മാവിനാൽ നിറയപ്പെടണം.
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ സുപരിതമാണ്, നമ്മൾ അത് വായിക്കേണ്ട. അന്ത്യനാളുകൾ സകല ജഡത്തിൽ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. സ്തോത്രം. ഹല്ലേലൂയ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ അവർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ മുകളിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്ത പ്രാവചനികമായ ആ സ്പിരിറ്റ്, പ്രൊഫറ്റിക് സ്പിരിറ്റ്, പുതിയ നിയമമായപ്പോൾ എല്ലാവരുടെ മേലും. So this is a prophetic explosion. എല്ലാവർക്കും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, എല്ലാവരും ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ കേൾക്കുവാൻ, അനുഭവിക്കുവാൻ ദൈവം തന്റെ ആത്മാവിനെ അളവില്ലാതെ പകർന്നിരിക്കുന്നു. അങ്ങനെ ഒരു സീസണിലും കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെസ്സേജുകൾ, ഈ പഠനങ്ങൾ, ഈ വചന ധ്യാനം, ഈ ഉപദേശങ്ങൾ നമ്മെ പണിഞ്ഞെടുക്കുകയാണ് നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ മുമ്പോട്ട് പോകുകയാണ്. ദൈവം എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്? 1 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാം വാക്യം. 1 Timothy chapter 3:16. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസികമാണ്. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്? ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിക്കും. ദൈവത്തിന്റെ വചനം വായിക്കുന്നവർക്കായി, പഠിക്കുന്നവർക്കായി, ധ്യാനിക്കുന്നവർക്കായി ദൈവത്തെ നന്ദി പറയുന്നു. എല്ലാവരും ദൈവത്തിന്റെ വചനം വായിക്കണം. എല്ലാവരും രാവിലെ എണ്ണിച്ച് വേറെ എന്ത് ചെയ്യുന്നതിനെ കാട്ടും മുമ്പേ നിങ്ങൾ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ക്വൈറ്റ് ടൈമുകൾ, അല്ലെങ്കിൽ ശാന്ത സമയം, ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം വേർതിരിച്ചെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തിന്റെ മുഖം കണ്ട് കർത്താവിനോട് സമയം സ്പെൻഡ് ചെയ്ത് പരിശുദ്ധാത്മാവിനോട് സ്നേഹം ഒന്ന് അറിയിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ദൈവം ഒന്ന് ധ്യാനിച്ചു വേണം നമ്മുടെ പ്രഭാതം ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. യെസ്. 2 Timothy chapter 3:16. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാം വാക്യം. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസ്യമാകിയാൽ. നോക്കി, എല്ലാ തിരുവെഴുത്തുകൾ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം, അത് ദൈവത്തിന്റെ ശ്വാസം, പരിശുദ്ധ റുവാ ഹഖദോഷ്, റുവാ, എല്ലാവരും പറഞ്ഞ റുവാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം ജീവന്റെ വചനമാണ്, അത് ജീവിക്കുന്ന വചനമാണ്. നാം അത് ധ്യാനിച്ച് പ്രാർത്ഥനയോട് ഹൃദയത്തിന്റെ ആത്മാർത്ഥതയിൽ നാം ദൈവവചനം വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് ഇടപെടും. എഴുതപ്പെട്ടിരിക്കുന്ന ലോഗോസ് വചനം റേമയായ നിങ്ങളോട് സ്തോത്രം സംസാരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളം ചൂണ്ടുന്ന പോലെ നമ്മോട് ഇടപെടും. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസികമായിരിക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം. എന്തിനാണ് ദൈവം നമുക്ക് ദൈവശബ്ദം നൽകുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത്, all scripture is given by inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be perfect in all his ways. Yes. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. എന്ന് പറയാൻ തികഞ്ഞവൻ. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ഈ ദൈവശബ്ദം? എന്തിനാണ് ഈ ദൈവവചനം? നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ തികഞ്ഞ മനുഷ്യൻ, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരുവാൻ. എന്തിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നത്? ഹല്ലേലൂയ. ആ തികവിലേക്ക്, ആ പക്വതയിലേക്ക്, ആ പരിപക്വതയിലേക്ക്, പരിപൂർണതയിലേക്ക്. എന്തിന് ദൈവശബ്ദം? നാം യേശുവിനെ പോലെ ആയിത്തീരുന്ന ആ പ്രക്രിയയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. Oh, hallelujah. Amen. We need to love the word of God. ദൈവത്തിന്റെ വചനം സ്തോത്രം തേൻ കട്ടേക്കാട്ടിലും മധുരമാണെന്ന് ദാവീദ് പറഞ്ഞതുപോലെ the word of God must become our delight. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും എപ്പോഴും ദൈവത്തിന്റെ വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തോട് ഒരു പ്രത്യേക സ്നേഹം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് യൗവനക്കാർ begin to love the word of God. Hallelujah. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനം രാവും പകലും നാം ധ്യാനിക്കണം. ദൈവം വ്യത്യസ്ത നിലവാരങ്ങളാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ദൂതുകളെ, ദൈവത്തിന്റെ വെളിപ്പാടുകളെ ദൈവം പകരും. വീണ്ടും ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കും. കഴിഞ്ഞ ആഴ്ച അവിടെയാണ് നാം നിർത്തിയത്. സ്വപ്നങ്ങളിലൂടെ. എബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു, ദൈവത്തിന്റെ സ്നേഹിതൻ, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന എബ്രഹാമിനോട് ദൈവം എങ്ങനെ ഇടപെട്ടു? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദ ഓഡിബിൾ വോയിസ്, ദൈവം നേരിട്ട് തന്റെ കേൾക്കുന്ന ശബ്ദം, ദ ഓഡിബിൾ വോയിസിന്റെ എൻകൗണ്ടർ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യമായപ്പോൾ ദൈവം ഒരു ദർശനത്തിൽ ദൈവം എബ്രഹാമിന് ഇടപെട്ടു. 15-ാം അധ്യായം 12-ാം വാക്യമായപ്പോൾ ഒരു ഗാഢനിദ്ര എബ്രഹാമിന് വന്നു. നമുക്കൊന്ന് വായിക്കാം. ഭയങ്കര മനോഹരമായ രീതിയിൽ സ്വപ്നങ്ങളിലൂടെ ദൈവം എബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. God is making a covenant with Abraham. Yes. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. സ്വപ്നം എപ്പോഴാണ് നാം കാണുന്നത്? ഉറക്കത്തിൽ കാണും. ദർശനം എപ്പോഴാണ്? നാം ഉണർന്നിരിക്കുമ്പോൾ കാണും. Dreams are God's divine messages. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാവരും സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നവരാണ്, തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഈ ദൈവത്തിന്റെ പഠിപ്പിക്കൽ നാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വരും. ക്രിസ്തുയേശുവിൽ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന, നമ്മുടെ ആത്മാവിൽ ദൈവം വെച്ചിരിക്കുന്നത് പതുക്കെ അത് തുറന്നു വരും. And I pray that God will open your eyes. നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കുവാൻ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രാവചനിക മെസ്സേജുകൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്തുവാനുണ്ട്. God is great purpose when he gives you dream. Hallelujah. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളും ദർശനങ്ങളും കാണാം, ദൈവശബ്ദം കേൾക്കാം, പ്രവചനാത്മാവിന്റെ ആ സ്വാധീനത്തിന് കീഴിൽ വരാം. ആമേൻ. യെസ്. ഒരു ഗാഢനിദ്ര എബ്രഹാമിന്റെ മേൽ വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, ദൈവം എബ്രഹാമിനോട് തന്റെ ഭാവിയെ കുറിച്ച്, നൂറ്റാണ്ടുകൾക്കപ്പുറം എന്താ സംഭവിക്കുവാൻ പോകുന്നത്, തന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്ത് സംഭവിക്കും, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു, ഭാവിയെ കുറിച്ച് God was speaking to Abraham about his future. ഇന്നും ആ ഗാഢനിദ്രയിൽ ദൈവം
ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വപ്നത്തിന്റെ ആ പ്രവചനം നിവർത്തിച്ചുകൊണ്ടിരിക്കുക. Even today that prophetic dream that God gave to Abraham is being fulfilled. The power of a dream. Hallelujah. ദൈവത്തിൽ നിന്ന് വരുന്ന ആ സ്വപ്നത്തിന്റെ ശക്തി. The power of a God dream. Hallelujah. Yes. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. മിസ്രയീം അടിമത്തത്തിലേക്ക് ജനം പോകുമെന്ന് ദൈവം മുൻകൂട്ടി അറിഞ്ഞു. എന്താണ് പ്രവചനം? അവസാനത്തെ ആദ്യം മുതൽ അറിഞ്ഞ് തന്റെ മക്കളോട് അറിയിക്കുന്നതാണ് പ്രവചനം. That's real prophetic. Hallelujah. നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികളെ വെളിപ്പെടുത്തുന്നതാണ് പ്രവചനാത്മാവ്. വ്യത്യസ്തമായ നിലവാരത്തിൽ സ്വപ്നങ്ങളിലൂടെ ദൈവത്തിന്റെ സ്നേഹിതനായ എബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്. നിന്റെ തലമുറകൾ എന്ത് സംഭവിക്കും? 400 വർഷത്തേക്ക് അടിമത്തത്തിലേക്ക് പോകും. യെസ്. ആ ദേശക്കാരെ സേവിക്കും. ആ ദേശക്കാരെ അവർക്ക് സേവിക്കേണ്ടി വരും. അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അവര് പീഡനത്തിൽ കൂടെ പോകും. അപ്പോൾ ദൈവം ഇതെല്ലാം മുൻകൂട്ടി എബ്രഹാമിനോട് പറയുക. അതുകൊണ്ട് എബ്രഹാമേ, നീ തയ്യാറാകണം, നീ ഒരുങ്ങണം, നിന്റെ മക്കളെ നീ പറഞ്ഞ് പഠിപ്പിക്കണം, അവരെ പ്രബോധിപ്പിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് അവർ നിരുത്സാഹപ്പെടരുത്. യെസ്. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അവർ സേവിക്കുന്ന മിസ്രയീം ജാതിയാണ്, അവരെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകും. Hallelujah. Praise God. സ്വപ്നത്തിലൂടെ ദൈവം ഇടപെടുകയാണ്. ആമേൻ. ആ prophetic future ദൈവം വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായമായപ്പോൾ അബിമേലെക്ക് സാറയെ തനിക്ക് വേണ്ടി തന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ താൻ അത് ശ്രമം നടത്തി. ഒരു സ്വപ്നത്തിൽ അബിമേലെക്കിനോട് ദൈവം ഇടപെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെസ്. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമേലെക്കിന്റെ ദൈവം സ്വപ്നം വരുമ്പോൾ ആരാ വരുന്നത്? ഒരു സ്വപ്നം നമുക്ക് ഒരു ദൈവത്തിൽ നിന്ന് ഒരു സ്വപ്നം വരുമ്പോൾ ആരാ നമ്മളോട് അടുത്തോട്ട് വരുന്നത്? ദൂതുമായി. God came to Abimelech in a dream by night. ഇതോടെ ദിവസങ്ങളിൽ നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച്, ദർശനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നാം അതിനെ വിലയേറിയതായി എണ്ണണം. God is speaking messages. നമ്മുടെ ആന്റിനയിൽ, നമ്മുടെ ഡിഷിൽ നമ്മൾ റിസീവ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം സ്വപ്നങ്ങളും ദർശനങ്ങളും നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. Let's tune up our receiver. Hallelujah. നമ്മുടെ ആത്മാവിനെ നാം ഒന്ന് tune up ചെയ്യാം. നമ്മുടെ ആത്മമനുഷ്യനെ നാം ഒന്ന് റെഡിയാക്കിയാൽ God can speak to us more clearly. ദൈവം ജാതികനായ ഒരു രാജാവായ അബിമേലെക്കിനോട് ദൈവം സംസാരിക്കുക. സ്തോത്രം. സാറേ തൊട്ടുപോയത് അവൾ എബ്രഹാമിന്റെ. അപ്പോൾ സ്തോത്രം, ആ സ്വപ്നത്തിൽ തന്നെ ഒരു എൻകൗണ്ടർ നടക്കുക. അബിമേലെക്ക് പറയുക, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, അത് എബ്രഹാം സാറ സഹോദരിയാണെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തത് എന്നൊക്കെയുള്ള ഒരു ആശയവിനിമയം ചെയ്യുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവം ഇടപെടും സ്വപ്നങ്ങളിലൂടെ. അബിമേലെക്ക് പാപം ചെയ്യാതിരിക്കുവാൻ എബ്രഹാം എന്റെ പ്രവാചകനാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. ആ പുരുഷന് ആ ഭാര്യയെ മടക്കി കൊടുക്കുക. അവനൊരു പ്രവാചകനാകുന്നു. എബ്രഹാം ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോട് ഇരിക്കേണ്ടതിന്. ഓക്കേ, ഒരു താക്കീത് കൊടുക്കുക. ഇറ്റ്സ് എ വാർണിംഗ് ഇൻ എ ഡ്രീം. നീ ജീവിച്ചിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യെസ്. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ. So God can speak to us in a dream. Dreams are powerful mediums by which God communicates. നമ്മോട് സംസാരിക്കുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ചാനലാണ് സ്വപ്നങ്ങൾ. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം. Let's jump to Job chapter 33 verse 14 to 18. സ്വപ്നങ്ങളുടെ കുറിച്ച്. Hallelujah. Indeed God speaks once or twice, yet no one notices it. In a dream, in a vision of the night, when sound sleep falls on men. ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ ഒരു ദൈവിക വെളിപ്പാട് സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. അതിന്റെ ഉദ്ദേശം, what is the purpose of God speaking in a dream? Yes. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു. മനുഷ്യൻ അത് കൂട്ടങ്ങുന്നില്ല താനും. God is speaking, but no one is perceiving. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ. സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ മനുഷ്യൻ ഗാഢനിദ്രയിലേക്ക് പോകുമ്പോൾ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, ഇടപെടുന്നു. യെസ്. അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അവൻ മനുഷ്യന്റെ ചെവി തുറക്കുന്നു. അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. അവനോടുള്ള പ്രബോധനം അറിയിച്ച് അതിന് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. ദുഷ്ടതയിൽ നിന്നും മരണത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഒക്കെ മനുഷ്യനെ രക്ഷിക്കുവാനും. അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. Oh hallelujah. Amen. Okay. The purpose of dreams. ദൈവം എന്തിനാണ് സ്വപ്നത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ പലപ്പോഴും നാം ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. പല കാര്യങ്ങളാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഈ ജീവിതത്തിന്റെ തിരക്കിൽ പലപ്പോഴും നാം ദൈവത്തിന്റെ മെസ്സേജുകൾ പ്രാപിക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ, നാം ഒന്ന് ഉറങ്ങുമ്പോൾ, നമ്മുടെ ശരീരം ഒന്ന് വിശ്രമിക്കുമ്പോൾ, നമ്മുടെ ബോധ മനസ്സ് ഒന്ന് വിശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ അബോധ മനസ്സിലേക്കും നമ്മുടെ അന്തരാത്മാവിലേക്കും ദൈവത്തിന്റെ ദൂതുകളെ പകരുന്നു. ക്ലാസിക് ആംപ്ലിഫൈഡ് വേർഷൻ ഭയങ്കര മനോഹരമായിട്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. For God does reveal his will. He speaks not only once but more than once, even though men do not regard it, including you, Job. One may hear God's voice in a dream, in a vision of the night when deep sleep falls on men while slumbering upon the bed. Then he opens the ears of men and seals their instruction, terrifying them with warnings. Hallelujah. അപ്പോൾ ഗാഢനിദ്രയിൽ നമ്മുടെ ബോധ മനസ്സും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വിശ്രമിച്ച് നാം കിടക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ വാർണിംഗുകൾ, താക്കീതുകൾ,
മുന്നറിയിപ്പുകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ അതെല്ലാം ദൈവം നമ്മോട് അറിയിക്കുകയാണ്. മനുഷ്യൻ അഹങ്കരിച്ചു പോകാതെ, നാം പാപത്തിൽ കുടുങ്ങി പോകാതെ, നാം പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകാതെ, ദൈവത്തിന്റെ ന്യായവിധി നാം മർദ്ദലിച്ച് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വ്യവസ്ഥ. അബീമേലെക്ക് പാപം ചെയ്യാൻ പോകുകയായിരുന്നു. സാറേ, എബ്രഹാമിന്റെ ഭാര്യയായ സാറേ തന്റെ ഭാര്യയായി എടുക്കാൻ പോകുകയാണ്. നീതിമാനായ ദൈവമായതുകൊണ്ട്, വിശ്വസ്തനായ ദൈവമായതുകൊണ്ട് അബീമേലെക്കിന് ഒരു ചാൻസ് കൊടുക്കുക. ജാതികനാണ്, ദൈവമനുഷ്യനല്ല. പക്ഷെ ജാതികനായ ഈ മനുഷ്യനോട് പോലും ദൈവം എന്ത് ചെയ്യുക? താക്കീതുകൾ കൊടുക്കുക. അങ്ങനെയെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് എത്രയധികം നമുക്ക് ദൈവത്തിന്റെ മെസ്സേജുകൾ സ്വപ്നങ്ങളിലൂടെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നാം ചെയ്യുന്ന ആ പ്രവൃത്തി തെറ്റാണെങ്കിൽ, അവിടെ പാപമുണ്ടെങ്കിൽ, അത് ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്നല്ല, ദൈവത്തിന് മുമ്പാകെ അത് ശരിയല്ല എങ്കിൽ ദൈവം നമുക്ക് സ്വപ്നങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. ദൈവം ഇടപെടും. നാം അഹങ്കരിച്ചു പോകാതെ, നാം പാപത്തിൽ തെറ്റിപ്പോകാതെ, ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിൽ വരാതിരിക്കുവാൻ God speaks to us in dreams. യോബ് മനസ്സിലാക്കുകയാണ്, ഹല്ലേലൂയ, ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. What is the purpose of dreams? ഹല്ലേലൂയ. ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ, സ്വപ്നങ്ങൾ ദൈവത്തിന്റെ ഒരു വഴിയാണ്. Dreams is a God way, a scriptural biblical way for God to speak to us. The purpose of dreams, divine instructions. ദൈവം നമുക്ക് divine instructions. God speaks to us. ദൈവിക നിർദ്ദേശങ്ങളെ തരുവാൻ, ദൈവിക താക്കീതുകളെ, മുന്നറിയിപ്പുകളെ, divine warnings, divine guidance for the future. ഭാവിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഗൈഡൻസ് തരുവാൻ, for divine correction. നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, നാം രൂപാന്തരപ്പെടുവാൻ, ട്രാൻസ്ഫോംഡ് ആകുവാൻ ദൈവം സ്വപ്നങ്ങളിലൂടെ, for divine protection. നാം പാപത്തിൽ അകപ്പെട്ടു പോകാതെ, പിശാചിന്റെ വഞ്ചനയിൽ, പിശാചിന്റെ ആ ട്രാപ്പിൽ അകപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ ദൈവം നമ്മോട് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുവാൻ ഇടയായിത്തീരും. യോസെഫിന്റെയും മേരിയുടെയും ജീവിതത്തിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് വലിയ ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ സക്രിയ പുരോഹിതനുണ്ടാകുന്നു. അത് കഴിഞ്ഞ് സ്വപ്നത്തിൽ യോസെഫിനോട് ദൈവം ഇടപെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യോസെഫും മറിയയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മറിയ ഗർഭിണിയാണെന്ന ഒരു വാർത്ത കേൾക്കുന്നത്. യോസെഫ് നീതിമാനായ ഒരു മനുഷ്യനായതുകൊണ്ട് മറിയയ്ക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടും പ്രയാസം വരുത്തരുത്, അതുകൊണ്ട് രഹസ്യമായി അവളെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നതിന്റെ മധ്യത്തിൽ യോസെഫിന് ഒരു സ്വപ്നമുണ്ടാകുകയാണ്. ആ സ്വപ്നത്തിൽ ഒരു ദൂതൻ യോസെഫിനോട് ഇടപെടുകയാണ്. യേശു ആരായി തീരും എന്നുള്ളതും സ്വപ്നത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഭയങ്കര പ്രധാനപ്പെട്ട ദൂതുകൾ, മെസ്സേജുകൾ, പ്രൊഫറ്റിക് മെസ്സേജുകൾ ദൈവം സ്വപ്നത്തിലൂടെ യേശുവിന്റെ പിതാവിന് വെളിപ്പെടുത്തുകയാണ്. നമുക്കൊന്ന് വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. 20-ാമത്തെ വാക്യം, Matthew chapter 1:20. But when he had considered this, behold, an angel of the Lord appeared to him in a dream, saying, Joseph, son of David, do not be afraid to take Mary as your wife, for the child who has been conceived in her is of the Holy Spirit. She will bear a son, and you shall call his name Jesus, for he will save his people from their sins. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അടുത്ത വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. വാവ്, അഖരമുയർത്തി. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂത് കൈമാറിയത് എങ്ങനെയാണ്? മറിയയ്ക്ക് നേരിട്ട് ഗബ്രിയേൽ ദൂതൻ വന്ന് ദൂത് കൈമാറിയപ്പോൾ യോസെഫിന് ദൈവം അതേ ഗൗരവത്തോട് തന്നെ, with that same seriousness, in a dream the angel of God speaks to Joseph. Praise God. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു കുഞ്ഞ് ജനിച്ചു, മെസ്സിഹ ജനിച്ചു, രാജാവ് ജനിച്ചു. വിദ്വാൻമാർ, the wise men from the east, നക്ഷത്രം കണ്ടു. ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു, സവിശേഷതയുള്ള ഒരു നക്ഷത്രം അന്വേഷിച്ച് അവർ വരികയാണ്. ഹെരോദാ രാജാവിന്റെ കൊട്ടാരത്തിൽ വരുന്നു. ഇവിടെയാണ് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ആ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ. ഹെരോദാവ് പറഞ്ഞു, ഇവിടെ കുഞ്ഞ് ജനിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ നക്ഷത്രം കണ്ടു. We have seen the star. അപ്പോൾ ഹെരോദാവ് പുരോഹിതന്മാരെ വിളിക്കുന്നു, അന്വേഷിക്കുന്നു. ബേത്ലഹേമിൽ ഒരു രക്ഷകൻ ജനിക്കും എന്നുള്ള ഒരു കാര്യം തിരുവചനത്തിൽ പ്രവാചകന്മാർ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മെശിഹ ജനിച്ചതായിരിക്കാം എന്ന് ഹെരോദാ രാജാവിനോട് പറയുന്നു. എന്തായാലും ഈ വിദ്വാൻമാരെ ഹെരോദാവ് പറഞ്ഞയക്കുകയാണ്. നിങ്ങൾ പോയി അന്വേഷിച്ച് നിങ്ങൾ അതിന്റെ സൂചന എനിക്ക് തരണം, എനിക്കും പോയി ഈ രാജാവിനെ വണങ്ങണം. പക്ഷെ ഹെരോദാവിന്റെ മനസ്സിൽ എന്തായിരുന്നു? ആ കുഞ്ഞിനെ കണ്ടാൽ അപ്പൊ തന്നെ ആ കുഞ്ഞിനെ കൊന്നുകളയണം. ഹെരോദാവിന്റെ ആ പരമ്പരയിൽ നിന്ന് വരുന്നവർ മാത്രം രാജാക്കന്മാരാകണമെന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള ഒരു ദുർചിന്തയോടെ ഹെരോദാവ് പ്ലാൻ ചെയ്തപ്പോൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം, ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവം ഈ വിദ്വാൻമാരോട് സ്വപ്നത്തിൽ ഇടപെടുകയാണ്. മടങ്ങി നിങ്ങൾ പോയി ഹെരോദാവിന് ആ ന്യൂസ് കൊടുക്കരുത്, വേറെ വഴിയിൽ നിങ്ങൾ മടങ്ങിപ്പോക എന്ന് ദർശനത്തിൽ, സ്വപ്നത്തിൽ ദൈവം അവർക്ക്
ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. 13-ാമത്തെ വാക്യം, യോസേഫ് വീണ്ടും സ്വപ്നം കാണുകയാണ്. യെസ്, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. വീണ്ടും യോസേഫിന് സ്വപ്നത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഒരു ദൈവിക നിർദ്ദേശം കൊടുക്കുകയാണ്. കുഞ്ഞിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് നീ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഹെരോദാവ് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ പോകുന്നു. God speaks to us through dreams. ദൈവം സ്വപ്നങ്ങളിലൂടെ നമുക്ക് നിർദ്ദേശങ്ങളെ, താക്കീതുകളെ, മുന്നറിയിപ്പുകളെ, വാർണിംഗ്സ് ദൈവം തരികയാണ്. യോസഫ് എന്ത് ചെയ്തു? പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പുറപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ വീണ്ടും ഒരു സ്വപ്നം. വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും യോസെഫിന് ഒരു സ്വപ്നം ഉണ്ടാകുന്നു. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം, ഹെരോദാവ് മരിച്ചുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷ. യോസെഫിന് വീണ്ടും സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. യോസെഫിനോട് ഒരു ദൂതൻ യേശുവിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്. യേശു ആരായിത്തീരും, ഈ കുഞ്ഞ് എങ്ങനെയാണ് ഉൽപാദിതമായത്, എന്താണ് പേരിടേണ്ടത്, കുഞ്ഞിന്റെ ജീവഹാനി വന്നപ്പോൾ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം, ആ സമയം കഴിഞ്ഞപ്പോൾ, ആ സീസൺ കഴിഞ്ഞ് കുഞ്ഞിനെ മടക്കി കൊണ്ടുവരും. Everything God spoke and revealed through dreams. Hallelujah. ഏറ്റവും ജ്ഞാനിയായ രാജാവായ സലോമോനോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്? 1 രാജാക്കന്മാർ അതിന്റെ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് കഴിഞ്ഞ് സലോമോനെ വാഴിക്കുകയാണ്. ഒരു രാത്രിയിൽ ഗിബിയോനിൽ സലോമോൻ യാഗം കഴിച്ചപ്പോൾ, in Gibeon the Lord appeared to Solomon in a dream by night and God said, ask what I shall give thee. Yes. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. സലോമോനോട് ദൈവം ഇടപെട്ടത് എങ്ങനെയാ? സലോമോൻ എന്താ ചോദിക്കുന്നത്? താൻ പണം ചോദിച്ചില്ല, താൻ സമ്പത്ത് ചോദിച്ചില്ല, ശത്രുക്കളുടെ മേൽ ജയം ചോദിച്ചില്ല. താൻ ചോദിച്ചത്, ദൈവമേ, അങ്ങയുടെ ജനത്തെ നയിക്കുവാൻ, ജ്ഞാനത്തോട് നയിക്കുവാൻ എനിക്ക് വിവേകം തരണമേ. God can speak to you in the dream. ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. വിവേകമുള്ള ഒരു ഹൃദയം. സ്വപ്നത്തിലാണ് ദൈവം ചോദിക്കുന്നതും സ്വപ്നത്തിൽ സലോമോൻ ഉത്തരം പറയുന്നു. ദൈവത്തിന് പ്രസാദമായി തോന്നി. അതുകൊണ്ട് ദൈവം സലോമോനെ ഐശ്വര്യമായി, ജ്ഞാനം കൊണ്ട് മാത്രമല്ല സകല അനുഗ്രഹം കൊണ്ടും ദൈവം സലോമോനെ അനുഗ്രഹിക്കുകയാണ്. God can speak to us in our dreams. അതെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കും. നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി നമ്മെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഇടപെടലാണ് ഈ ദിവസങ്ങളിൽ. There's going to be a prophetic explosion, an explosion of dreams and visions from God. Praise God. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആ സമയം ഞാൻ ഓർക്കുന്നു. എന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ ആ റലം തുറന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു. ഒരു വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ തൃശ്ശൂരായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് പോയി. ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നായിരുന്നു. രക്ഷിക്കപ്പെട്ടു. അവിടെ ആദ്യ വർഷമായപ്പോൾ സ്ഥാനപ്പെട്ടു. ഒരു പെന്റക്കോസ്റ്റൽ ചർച്ചിൽ, IPC ചർച്ചിലാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചുള്ള സത്യങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ കർത്താവേ, എനിക്കും ഈ പരിശുദ്ധാത്മാഭിഷേകം വേണം. I want the anointing, I want the baptism. ഒത്തിരി ആഗ്രഹിച്ചു. ആ സമയങ്ങളിൽ ഇന്നുള്ളതുപോലെ അത്രമാത്രം വെളിച്ചവും വെളിപ്പാടുകളും ദൈവത്തിന്റെ വചനത്തിന്റെ ആ തലമൊന്നും വിശ്വാസത്താൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാം. അന്ന് കാത്തിരിപ്പ് യോഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കാത്തിരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ഉപസിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, ഉപസിക്കുക. അതിന്റെ മധ്യത്തിൽ ദൈവം അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ചില നീണ്ട നാളുകൾ ദൈവസന്നിധിയിൽ. ആദ്യത്തെ വർഷം കഴിഞ്ഞു, സ്തോത്രം. 2-ാമത്തെ വർഷം ഒരു സമയമായപ്പോൾ സ്തോത്രം മെൻസ് ഹോസ്റ്റൽ 3, ആദ്യത്തെ ഹോസ്റ്റലിൽ നിന്ന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊമോട്ട് ആയി. നമ്മൾ 2-ാമത്തെ വർഷമാകും. ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ഉള്ളിൽ ഭയങ്കര വിശപ്പ്. കർത്താവേ, അങ്ങനെ അഭിഷേകം ചെയ്യാതെ, അങ്ങനെ സ്പർശിക്കാതെ എനിക്ക് പറ്റുകയില്ല. അങ്ങനെ ദിവസങ്ങൾ ഉപസിക്കുവാനും കോളേജിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ അടുത്തുള്ള ഒരു കാട്ടുപ്രദേശമുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് പോകും. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. കുറെ ദിവസം അങ്ങനെ ആയപ്പോൾ ഒരു രാത്രിയിൽ പെട്ടെന്ന് ഒരു സ്വപ്നമുണ്ടായി. ഹല്ലേലൂയ. എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന പെട്ടെന്ന് ഒരു ബ്ലാക്ക് ബോർഡ് എന്റെ ഫ്രണ്ടിൽ വരുന്നു. ഒരു ബ്ലാക്ക് ബോർഡ്, അതിലേക്ക് ഒരു കൈ. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ബെൽശസ്സർ ദൈവത്തിന്റെ പാത്രങ്ങളിൽ നിന്ന് സ്തോത്രം വീഞ്ഞം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൈ വന്ന് വ്യക്തിയിൽ എഴുതിയതുപോലെ ആ ബ്ലാക്ക് ബോർഡിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് ECC3:11. ഞാനത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ECC. ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് വായിക്കുന്നത്. എക്ലേസിയാസ്റ്റിസ്. ഞാനത് വായിക്കട്ടെ. ECC എക്ലേസിയാസ്റ്റിസ് 3:11. എക്ലേസിയാസ്റ്റിസ് 3:11. ആ വചനം എനിക്ക് ഓർമ്മയില്ല. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ECC 3:11, ECC 3:11, ECC 3:11. സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വാക്യം. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ അവൻ സകലതും അതതിന്റെ സമയത്തിൽ ഭംഗിയായി ചെയ്യും. That was the message. Ajit, I will do everything beautiful in its appropriate time. അന്ന് പഠിത്തമൊക്കെ മാറ്റി വെച്ച് ഞാൻ അങ്ങ് ഉപസിക്കുക, ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക. എനിക്ക് ദൈവത്തിന്റെ ആ
മെസ്സേജ് കിട്ടി. സ്വപ്നത്തിലൂടെ ദൈവത്തിന്റെ കൈ അജയ്, നീ നിന്റെ പഠിത്തത്തിലൊക്കെ നീ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അഭിഷേകവും ദൈവവിളിയും അത് ആ തലങ്ങളിലേക്ക് ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ നടത്തും എന്നുള്ള ഒരു മെസ്സേജ് എന്റെ കഠിനമായ ഉപവാസത്തിൽ നിന്നും ആ തലത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഞാൻ വീണ്ടും അവൻ സകലത്തെയും അതതിന്റെ സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവം. ECC 3:11 Hallelujah. God can speak to us in dreams. ദൈവം സ്വപ്നങ്ങളിലൂടെ നമ്മോട് സംസാരിക്കും. നമ്മോട് ദൈവത്തിന്റെ പ്ലാനുകൾ ദൈവം വെളിപ്പെടുത്തും. എബ്രഹാം സ്വപ്നത്തെ കണ്ടു. ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബായപ്പോൾ ആ സ്വപ്നം കുറച്ചുകൂടെ ഒരു തലമുറയിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെടുന്ന എന്തും അത് ദൈവത്തിന്റെ വെളിപ്പാടായിക്കോട്ടെ, ദൈവത്തിന്റെ കൃപകളായിക്കോട്ടെ, കൃപാവരങ്ങളായിക്കോട്ടെ, അഭിഷേകമായിക്കോട്ടെ, നാം എന്തും നന്നായി നാം അതിനെ കൈകാര്യം ചെയ്താൽ അതിന്റെ അടുത്ത തലമുറയിൽ അത് അധികമായി അത് ശോഭിക്കുവാൻ ഇടയായിത്തീരും. യാക്കോബിന്റെ ഭാഗം നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ഇസാവിനോട് വഴക്കുണ്ടായി പേടിച്ച് ഭയപ്പെട്ട് താൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ ബർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന പേടിച്ച് ഭയപ്പെട്ട്, അയ്യോ എന്റെ അപ്പനെ ഞാൻ ചതിച്ചു, എന്റെ ജ്യേഷ്ഠനായ ഇസാവിന് എന്നോട് ദേഷ്യമാണ്, എനിക്കൊരിക്കലും മടങ്ങി വരുവാൻ കഴിയത്തില്ല, എല്ലാം തകർന്നു പോയല്ലോ എന്ന് താൻ നിരാശപ്പെട്ട് തന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന്റെ മധ്യത്തിൽ ഒരു സ്വപ്നത്തിൽ ദൈവം ലുസ് പട്ടണത്തിൽ ഇടപെടുകയാണ്. ലുസ് പട്ടണത്തെ ബേഥേലാക്കി ദൈവത്തിന്റെ ഇടപെടലിന്റെ ഒരു സ്ഥലമായി, ദൈവം സംസാരിക്കുന്ന ഒരു ഇടമായി, ദൈവത്തിന്റെ അപ്പം, ദൈവത്തിന്റെ വചനം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമായി ആ എൻകൗണ്ടറിൽ മാറുകയാണ്. നമുക്ക് വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. അതിന് മനോഹരമായ ഒരു സ്വപ്നം താൻ കാണുകയാണ്. നിരാശപ്പെട്ട് വിഷമിച്ച് ഡിസ്കറേജ്ഡ് ആയി മുമ്പോട്ട് എന്തായിത്തീരും. അതിന്റെ മധ്യത്തിൽ നമ്മുടെ നിരാശകളിൽ, നമ്മുടെ വേദനകളിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ നമ്മോട് ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. God will speak to us in a dream. താൻ കാണുകയാണ്, സ്വർഗം സകലതും കാണുന്നു. നിന്റെ ആവശ്യങ്ങളിൽ, നിന്റെ വിഷയങ്ങളിൽ സ്വർഗം ഇടപെടും. സ്വർഗവും ഭൂമിയെ കണക്ട് ചെയ്യുന്ന ഒരു ഗോവേണി, ബേഥേലിന്റെ അനുഭവം, ദൂതന്മാർ ഇറങ്ങി കയറുന്ന ഒരു അനുഭവം. 13-ാമത്തെ വാക്യം, അതിന്റെ തലക്കൽ നിന്ന് ദൈവം സംസാരിക്കുക, ദൈവ ശബ്ദം സ്വപ്നത്തിലൂടെ. യെസ്, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. വലിയ ഒരു ഇടപെടിയിലാണ്. ഒത്തിരി നീണ്ട സമയം ഒരു മെസ്സേജാണ്, ഒരു നീണ്ട മെസ്സേജാണ് ഈ യാക്കോബിന് ദൈവം കൊടുക്കുന്നത്. യാക്കോബേ, എന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ നിന്നോട് ഉടപടിയുന്നു. ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവശബ്ദം, ആ സ്വപ്നത്തിൽ യാക്കോബ് പ്രാപിച്ച ആ ദൈവിക ഇടപെടലും ദൈവശബ്ദവുമാണ്. അത് വെച്ചുകൊണ്ടാണ് താൻ ഹാരാനിലേക്ക് പോകുന്നത്. അവിടെ നമുക്കറിയാം, ലാബാന്റെ മക്കളായ ലേഹയും റാഹേലിനെയും കല്യാണം കഴിക്കുന്നു. 20 വർഷം അങ്ങനെ നീണ്ടുപോയി. അതിന്റെ മധ്യത്തിൽ വീണ്ടും ഒരു സ്വപ്നം. ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിൽ വീണ്ടും ഹല്ലേലൂയ, വാഗ്ദത്തത്തിന്റെ ഒരു സ്വപ്നത്തിൽ ഇടപെട്ട ആ ഇടപെടലിന്റെ ശബ്ദം വീണ്ടും യാക്കോബിനെ മടക്കിക്കൊണ്ടുവരുന്ന, തന്റെ ദേശത്തേക്ക്, തന്റെ വാഗ്ദത്തത്തിലേക്ക്, തന്റെ ഡെസ്റ്റിനിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവിക സ്വപ്നം. A God dream. Yes. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട്, ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന് ഒരു സ്വപ്നമുണ്ടായി. വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സ്വപ്നം. നമ്മുടെ ദൈവം സ്വപ്നങ്ങളുടെ ദൈവമാണ്. God is a dream giver. ആ കരം ഉയർത്തി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. God is a dream giver. ഒരു സ്വപ്നമല്ല പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ ഡെസ്റ്റിനിയിലേക്ക് നയിക്കുവാൻ, നടത്തപ്പെടുവാൻ, ദൈവത്തിന്റെ പ്ലാനുകൾ ഫുൾഫിൽ ചെയ്യുവാൻ, നിവർത്തിച്ചെടുക്കുവാൻ ദൈവം സ്വപ്നങ്ങളിലൂടെ നമ്മോട് സംസാരിക്കും. യാക്കോബിന് മനസ്സിലായി, സമയമായി ഒരു ദൂതൻ എന്നോട് സംസാരിച്ചു. യെസ്, സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. എന്നോട് സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. യെസ്. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന Praise God. Hallelujah. സമയമായി. അങ്ങനെ യാക്കോബ് ആ സ്വപ്നത്തിന്റെ ഇടപെടിയിൽ ദൈവശബ്ദം കേട്ടപ്പോൾ 20 വർഷം ഹാരാനിൽ പാർത്ത യാക്കോബ് താൻ വീണ്ടും തന്റെ ദൈവിക ഡെസ്റ്റിനിയിലേക്ക്, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് 12 ഗോത്രങ്ങളായി മാറി. അടുത്ത തലമുറയായപ്പോൾ യാക്കോബിന് 12 മക്കളുണ്ടായി. എല്ലാവരും സ്വപ്നം കാണുന്നവരായിരിക്കാം, പക്ഷേ അതിൽ ഒരുവൻ സ്വപ്നക്കാരനായി മാറി. ഹല്ലേലൂയ. അവന്റെ പേര് തന്നെ സ്വപ്നക്കാരൻ യോസെഫ്, ജോസഫ് ദ ഡ്രീമർ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, 17-ാം വയസ്സായപ്പോൾ യൗവനക്കാരൻ. ഇന്ന് പകൽക്കാലം യൗവനക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തലമുറകൾ കഴിഞ്ഞു വരുമ്പോൾ, when it jumps into the next generation, നമ്മൾ അതിനെ വിശ്വസ്ത കാണിച്ചാൽ, നമ്മളൊന്ന് തുറന്നു കൊടുത്താൽ, because God is looking, ദൈവം ഈ കൃപകൾ, കൃപാവരങ്ങൾ, ഈ മാന്റിൽ, ദൈവത്തിന്റെ പുതപ്പ്, ദൈവത്തിന്റെ വിളി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരുവാൻ ദൈവത്തിന് ഒരു പാത്രം വേണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ ദർശനങ്ങൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു പാത്രമായി തീരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. God was to raise up Josephs. യോസേഫുമാരെ ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുവാനുണ്ട്, ദൈവത്തിന്റെ സ്വപ്നം കാണുവാൻ. ഈ അല്പസമയം നമ്മൾ യോസേഫിന്റെ ജീവിതത്തിലൂടെ ഈ സ്വപ്നത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം യോസേഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. But the power of a dream in Joseph's life. Hallelujah.
37 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യോസഫ് ഒരു സ്വപ്നം കണ്ടു. 17 വയസ്സുകാരനായ യോസെഫിന്റെ സ്വപ്നമാണ്. അത് നമ്മളൊന്ന് വായിക്കുകയാണ്. സ്വപ്നങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിന്റെ വചനത്തിലുള്ള ദൈവദാസന്മാർക്ക് വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കൊടുത്തു. നാം സ്വപ്നങ്ങൾ വായിക്കുമ്പോൾ, നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ സ്വപ്നങ്ങളെ തരുന്ന ദൈവം, ഈ മകൻ, ഈ മകൾ, ഈ കൂട്ടം, ഈ ദൈവസഭ അവരോട് സ്വപ്നങ്ങളിൽ ഇടപെടുവാൻ, സംസാരിക്കുവാൻ അവരവരുടെ ഹൃദയങ്ങളെ തുറക്കുന്നു എന്ന് കാണുമ്പോൾ, കത്തുന്ന മുൾപ്പുറപ്പിൽ നിന്ന് മോശ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ, മോശേ മോശേ എന്ന് വിളിച്ച ആ ദൈവശബ്ദം നാം വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് നാം കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ആ അഭിഷേകത്തെ സ്വീകരിക്കുകയും, when we host the prophetic spirit, God takes notice. ഇന്ന് രാവിലെ 4 മണിക്കും ഒരു സ്വപ്നം ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ദൈവ ഭാവിയെ കുറിച്ച്, മുമ്പോട്ടുള്ള ശുശ്രൂഷകളെ കുറിച്ച്. ഹല്ലേലൂയ. I said, God, speak to me, speak to me. I'm ready. I want to receive. ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. ECC 3:11 ഞാൻ എല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ പഠിത്തമൊക്കെ പൂർത്തിയായി. സ്തോത്രം, ഹല്ലേലൂയ. പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം വ്യക്തമാണ്. എല്ലാം ഒരു ആക്സിലറേറ്റ് പേസിലാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ബാസുമേയുടെ ജീവിതത്തിൽ. ഞങ്ങളുടെ സമപ്രായക്കാർ, സ്തോത്രം, ഹല്ലേലൂയ, അവരെക്കാട്ടിൽ 10 വർഷം ഹെഡാണ് എല്ലാ കാര്യത്തിലും. അത് ദൈവത്തിന്റെ വിളിയോടും ദൈവത്തിന്റെ പദ്ധതികളോടുള്ള ബന്ധത്തിൽ. ഞങ്ങളുടെ മക്കൾ, അവർക്ക് 25 വയസ്സായി, ബാക്കിയുള്ളവരുടെ മക്കൾ 15, 14, 15 വയസ്സും. God accelerated everything. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Praise God. എന്റെ വിവാഹം കഴിയുന്നതിന് മുമ്പേ ഒരു ദിവസം സ്വപ്നത്തിൽ ദൈവം എന്നോട് സംസാരിക്കുക, നിനക്കൊരു മകനുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ടില്ല, സ്വത്രം സുമയാണ്, വിവാഹം കഴിക്കണമെന്നൊക്കെ എനിക്കറിയാം, എല്ലാം തീരുമാനിച്ച് നിശ്ചയിച്ചു. പക്ഷേ സ്വപ്നത്തിൽ നിനക്കൊരു മകനുണ്ടാകും. ഞാൻ കേൾക്കുകയാണ്. God speaks to us. ജോസഫിനോട് ഈ സ്വപ്നത്തിലൂടെ ഇടപെട്ടതുപോലെ ദൈവം സ്വപ്നത്തിൽ ഇടപെടുകയാണ്. നിനക്കൊരു മകനുണ്ടാവും. ആ മകന്റെ പേര് നീ സ്റ്റീഫൻ എന്ന് വെക്കണം. ഞങ്ങളുടെ ആദ്യപുത്രൻ സ്റ്റീഫൻ. I heard that voice in the dream. Hallelujah. പിന്നെ ഞാൻ കേൾക്കാം, അവന്റെ ജീവൻ കൊണ്ടും അവന്റെ മരണം കൊണ്ടും അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇറ്റ്സ് എ ഡ്രീം. ഞാൻ ഇന്ന് കണ്ടതുപോലെ അത്ര വ്യക്തമായി ആ ശബ്ദം സ്വപ്നത്തിൽ കണ്ട ആ ശബ്ദം. ഒരു മകനുണ്ടാകും. ആ മകന്റെ പേര് സ്റ്റീഫാനോ, സ്റ്റീഫൻ. അവന്റെ ജീവൻ കൊണ്ട് by his life and by his death. ഞാൻ സുമയോട് പറഞ്ഞു, ഇങ്ങനെ ദൈവം ഇടപെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പാസ്റ്റർമാരുടെ ഡെലിവറി ഉണ്ടായത്. പാസ്റ്റർമാരുടെ ഒത്തിരി ഫ്രണ്ട്സ് മെഡിക്കൽ കോളേജിലല്ലേ കൂടെ പഠിക്കുന്ന, കൂടെ ഉള്ള സഹോദരിമാർ, വിശ്വാസികളായ സഹോദരി. കുഞ്ഞ് ജനിച്ചപ്പോൾ, സ്തോത്രം, ഒരു ആൺകുഞ്ഞ്. അവരെല്ലാം ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ സ്റ്റീഫൻ, ആമേൻ, പ്രൈസ് ഗോഡ്. God speaks to us in dreams. ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. അതെ, വ്യത്യസ്തമായ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്തോത്രം, let there be an explosion. I declare and decree an explosion of dreams and visions from God. ഇതുവരെ സ്വപ്നം കാണാത്തവർ നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങും. സ്വപ്നം കാണുന്നവർ കുറച്ചുകൂടെ കൃത്യമായി നിങ്ങൾ കണ്ടു തുടങ്ങും. ഹല്ലേലൂയ. സ്വപ്നം കാണുന്നവർ, ഹല്ലേലൂയ, സാധാരണ സ്വപ്നമാണെങ്കിൽ കുറച്ചുകൂടെ അതിൽ അർത്ഥവും സിംബലുകളിൽ വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ടുള്ള ഒരു കൃപയും കൃപാവരവും ദൈവം നിങ്ങൾക്ക് നൽകും. Amen. Let's get ready. 5-ാമത്തെ വാക്യം. Yes. യോസഫ് ഒരു സ്വപ്നം കണ്ടു. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. എല്ലാ സ്വപ്നങ്ങളും എല്ലാവരോടൊന്നും പറയാൻ നാം പാടില്ല. സഹോദരന്മാരായിരുന്നു. പക്ഷെ എന്താ, അപ്പന് പ്രത്യേക ഒരു സ്നേഹമാണ് യോസേഫിനോട്. പണ്ടേ പിണക്കാം. സ്തോത്രം. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങ് പൂർത്തിയായെന്ന് പറയുന്നില്ലേ. പിന്നെ യോസേഫിനെ കൊല്ലുവാനുള്ള പദ്ധതി. സ്തോത്രം. യെസ്, നമുക്കൊന്ന് വായിക്കാം. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. സ്വപ്നക്കാരൻ യോസേഫ് എന്ന് പറഞ്ഞാലും സ്വപ്നങ്ങളെ കൊടുക്കുന്ന ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവവചനത്തിലുള്ള, ബൈബിളിലുള്ള സ്വപ്നങ്ങളെ നാം പഠിക്കുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ ഈ മനുഷ്യരോട്, ഈ ദൈവഭക്തന്മാരോട് സംസാരിച്ചതുപോലെയാണ് പലപ്പോഴും സിംബലുകളിൽ, സൈനുകളിൽ, അടയാളങ്ങളിൽ, ഉപമകളിൽ ദൈവം സംസാരിക്കും. അപ്പോൾ സ്വപ്നങ്ങൾ വായിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ദൈവം ഇടപെടുന്നത് എന്ന് സ്വപ്നം നമുക്ക് മനസ്സിലാക്കുവാൻ. നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും പാമ്പിനെ കാണുവാണെങ്കിൽ, അല്ലെ, സാധാരണ എല്ലാവരും കാണുന്ന സാധാരണ രീതിയിൽ നമ്മുടെ സ്വപ്നത്തിൽ പാമ്പ് കാണുകയാണ്. പാമ്പ് നമ്മളെ കുത്തുന്നു, പാമ്പ് നമ്മളെ നോക്കുന്നു, പാമ്പ് നമ്മളെ ചുറ്റുന്നു. പാമ്പ്. ഇൻ ദ ഡ്രീം a serpent. നമ്മുടെ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ മരങ്ങൾ കാണുന്നു. സ്വപ്നത്തിൽ നാം ഒത്തിരി, പലപ്പോഴും സ്വപ്നത്തിൽ ഞാൻ കാണുന്ന വലിയ നദി, വലിയ ഓഷൻ, സമുദ്രം പോലെ കാണും. അതിന്റെ മധ്യത്തിലൂടെ ഒരു കപ്പൽ പോകുന്നു. അതിലെല്ലാം അർത്ഥമുണ്ട്. ഡ്രീം ഹാസ് എ ലാംഗ്വേജ്. സ്വപ്നങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. കടൽ ജനകോടികളെ കാണിക്കുന്നു. കപ്പൽ അതിന്റെ മധ്യത്തിലുള്ള ശുശ്രൂഷയെ കാണിക്കും. അപ്പോൾ സമുദ്രത്തെ കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ജനകോടികളെ സുവിശേഷമായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് തരികയാണ്. God is speaking. സമുദ്രം ജനകോടികളെ. Sea speaks about multitudes of people. Ship speaks about a ministry. Hallelujah. നാം പാമ്പുകളെ കാണുവാണെങ്കിൽ പാമ്പ് പിശാചിനെ പ്രതിനിധീകരിക്കും. Serpent, പിശാച്, പിശാചിന്റെ പദ്ധതികൾ. പാമ്പ് കുത്തുന്നു എന്ന് പറയുമ്പോൾ that means ഒരു സ്പിരിച്വൽ അറ്റാക്ക് സംഭവിക്കാൻ പോകുന്നു. Be careful. പാമ്പ് ചുറ്റുന്നു എന്ന് പറയുമ്പോൾ പാമ്പ്, കള്ളം, നിങ്ങൾക്കെതിരായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ ഒരു കള്ളത്തിൽ, തെറ്റായ ഒരു കാര്യത്തിൽ, ഒരു വഞ്ചനയിൽ, ഒരു അപവാദത്തിൽ നിങ്ങളെ കുടുക്കുവാൻ പിശാച് നോക്കുന്നു. God speaks to us. Hallelujah. ഓരോ വ്യക്തിയോടും ഓരോ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ദൈവം നമ്മോട് സംസാരിക്കും. Hallelujah. നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ. ആമേൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. സ്വപ്നക്കാരൻ യോസേഫ് തന്റെ സ്വപ്നം പറയുകയാണ്. യെസ്. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു. എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ഓക്കേ, എന്തൊരു സ്വപ്നം. എന്റെ കറ്റ, ഓക്കേ, നിവർന്നു നിന്ന് ബാക്കിയുള്ളവരുടെ 11 കറ്റ എന്ത് ചെയ്യുക? സ്തോത്രം. യെസ്. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കരമായി വിഷമം തോന്നി. ഞങ്ങളെല്ലാം നിന്റെ മുമ്പിൽ വന്നിങ്ങനെ
വണങ്ങുമോ? നീ നിന്നെ തന്നെ എന്താണ് ഇത്രയും അങ്ങ് പൊക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം വന്നു. യെസ്, അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. സ്തോത്രം. വീണ്ടും അവനെ ദ്വേഷിച്ചു. യെസ്, അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം മാത്രമല്ല, ദൈവം വീണ്ടും വീണ്ടും സ്വപ്നങ്ങളിലൂടെ the law of double dreams, രണ്ട് സ്വപ്നം പെട്ടെന്ന് ദൈവം നമുക്ക് തരുമ്പോൾ അതിന് വലിയ അർത്ഥമാണ്. ഒരു സ്വപ്നം 11 കറ്റകളും ഒരു കറ്റയായ യോസേഫിന്റെ കറ്റയുടെ മുമ്പിൽ വണങ്ങുന്നു. യെസ്, അടുത്ത സ്വപ്നം തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. സൂര്യൻ, അപ്പൻ, അമ്മ, 12 നക്ഷത്രം ഇല്ലേ, എല്ലാവരും വണങ്ങുന്നതായി കാണിച്ചു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അവൻ അവനെ Praise God. Yes, ഇത് എന്തൊരു സ്വപ്നമാണ്. എന്താ, ഞങ്ങളും അപ്പനും അമ്മയും ബാക്കിയുള്ളവരെല്ലാം യോസെഫിന്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു കാര്യം. ഇത് യോസെഫിന്റെ സ്വപ്നമല്ല, യോസെഫിന്റെ ഭാവിയെ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ സ്വപ്നമാണ്. സ്വപ്നങ്ങൾ നമ്മുടെ സ്വയത്തിൽ നിന്ന് വരാം. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലം ദൈവം ചെയ്യുന്നതിനെ അതുപോലെ കോപ്പി ചെയ്ത് കൗണ്ടർ ഫീറ്റ് ചെയ്യുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്നും സ്വപ്നങ്ങൾ വരാം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വപ്നമാണോ, ദൈവത്തിന്റെ ശബ്ദമാണോ, ദൈവമാണോ ഈ സ്വപ്നത്തിന് പിന്നിലുള്ള സോഴ്സ് എന്ന് നാം തിരിച്ചറിയുന്ന മനസ്സിലാക്കണം. അത് ദൈവവചന ധ്യാനത്തിൽ നിന്നും ചില ഗൈഡ് ലൈൻസ് നമ്മൾ സ്വപ്നങ്ങളെ കാണുമ്പോൾ സ്തോത്രം ഇത് വിവേചിക്കുവാനൊക്കെ നമ്മൾ തിരിച്ചറിയണം. സ്വപ്നത്തിലേക്ക് നമുക്ക് പതുക്കെ കയറി വരാം. ഹല്ലേലൂയ. സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഭയങ്കര സ്വപ്നമാണ് യോസേഫ്. തന്റെ ഭാവിയെ വിളിച്ചു പറയുന്ന, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതിയെ വിളിച്ചു പറയുന്ന ഒരു സ്വപ്നമാണ്. പക്ഷെ ദൈവം എന്തിനാ സ്വപ്നം തരുന്നത്? നമ്മളെ അങ്ങ് പൊക്കാനാണോ, നമ്മളെ ഒന്ന് ഉയർത്തുവാനാണോ? അല്ല, സ്വപ്നം ദൈവം തരുന്നത് നിന്റെ മുമ്പിലുള്ള യാത്ര വലുതാണ്. There is a process. Hallelujah. പിന്നെ ആ സ്വപ്നത്തിൽ നാം കണ്ട ആ തലത്തിലേക്ക് വരുവാൻ നിന്റെ സ്വഭാവം പണിയപ്പെടണം. Your character must be built up. സ്വപ്നം കണ്ടതിന് ശേഷം എന്താ സംഭവിച്ചത്? സഹോദരന്മാർ ഒറ്റിക്കൊടുത്തു. തന്നെ പൊട്ടക്കുഴിയിലെത്തി. പൊട്ടക്കുഴിയിൽ നിന്ന് താൻ പോത്തിഫറിന്റെ വിഭവനത്തിലെത്തി. അവിടെ നിന്ന് താൻ ജയിലിലെത്തി. The process was difficult. യാത്ര കഠിനമായിരുന്നു. ഒരു സ്വപ്നം കണ്ടു, അടുത്ത ദിവസം അത് സംഭവിച്ചില്ല. ഒരു യാത്ര. Hallelujah. The power of a dream. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വപ്നം യോസേഫിനെ നിലനിർത്തി. The dream kept Joseph alive. പൊട്ടക്കുഴിയിലും Hallelujah. താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്ന് കണ്ട സ്വപ്നം, താൻ കേട്ട ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ ആ ഇടപെടൽ യോസേഫിനെ നിലനിർത്തി. Why does God give dreams? എന്തിനാ ദൈവം സ്വപ്നം തരുന്നത്? ശോധനയുടെ സമയത്ത്, പ്രതികൂലമായ നമ്മുടെ സ്വഭാവം പണിയപ്പെടുന്ന ആ സമയത്ത്, ജീവിതത്തിന്റെ വിവിധമായ ആ സാഹചര്യങ്ങളിലൂടെ നാം പോകുമ്പോൾ നാം നിലനിന്ന് പോകുവാൻ, നമ്മുടെ വിശ്വാസം പോയി പോകാതെ, ദൈവത്തിന്റെ പ്ലാനുകളിൽ നാം വ്യതിചലിച്ചു പോകാതെ. The dream kept Joseph alive. The dream kept Joseph confident. പതറിപ്പോകാതെ, ഇല്ലേ, നിരാശപ്പെട്ടു പോകാതെ. പൊട്ടക്കുഴിയിലും Hallelujah, പോത്തിഫറിന്റെ അവിടെയും സ്തോത്രം, തനിക്ക് വിരോധമായി താൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി തന്നെ കാരാഗ്രഹത്തിലാക്കിയപ്പോഴും താൻ പതറിപ്പോയില്ല, താൻ പുറകുറത്തില്ല, താൻ വിഷമിച്ചില്ല. Dreams kept Joseph alive. Dreams kept Joseph confident. Dreams kept Joseph humble and meek. Hallelujah. താൻ താഴ്മയുള്ള ഒരു വ്യക്തിയായി അഹങ്കരിച്ചു പോകാതെ സൗമ്യതയോടെ. It's a God dream. ദൈവമാണ് സംസാരിച്ചത്, ദൈവമാണ് നിവർത്തിക്കുന്നത്. ഞാൻ വിശ്വസ്തയോട് എന്നോട് ദൈവം ഇടപെട്ട ആ സ്വപ്നത്തെ ഞാൻ വിശ്വസിച്ചാൽ ദൈവം അത് നിവർത്തിക്കുവാൻ മതിയായവനാണ്. Hallelujah. The dream kept Joseph from being discouraged and giving up. നമ്മളായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിട്ടുകളഞ്ഞേനെ. അയ്യോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവം അങ്ങനെ പലതും സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം സ്വപ്നങ്ങളെ തരുന്നത്, ദൈവ ശബ്ദം നമ്മളിലേക്ക് വരുന്നത്, ദൈവം സംസാരിച്ചത് അത് നിവർത്തിക്കുവാൻ നാം നിരുത്സാഹപ്പെട്ടു പോകാതെ, നാം അതിനെ വിട്ടുകളയാതെ, ഹല്ലേലൂയ, അന്ത്യത്തോളം അത് നിവർത്തിക്കുവോളം നാം അതിനുവേണ്ടി വിശ്വസിക്കുവാൻ. Dreams kept Joseph in the fear of God and dependent on him. ദൈവഭയം വിട്ടുപോകാതെ, പാപത്തിൽ വീണു പോകാതെ, അഹങ്കരിച്ചു പോകാതെ, മനസ്സിൽ കയ്പും വിദ്വേഷവും കൊണ്ട് തന്റെ സഹോദരന്മാർ വന്ന് ഉണങ്ങിയപ്പോൾ പോലും അവരോട് ഹൃദയത്തിൽ പകവെക്കാതെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ദോഷമായി എനിക്ക് വേണ്ടി ചെയ്തു, ദൈവം സകലവും നന്മയ്ക്ക് വേണ്ടി ആക്കി തീർത്തു എന്ന അങ്ങനെ ഒരു വിശാല ഹൃദയത്തിന്റെ, ഒരു ദൈവ ഹൃദയത്തിന്റെ ഉടമയായി തീർന്ന യോസേഫ്. The power of dreams. Hallelujah. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവ സ്വപ്നങ്ങളിലൂടെ ഇടപെടുമ്പോൾ നമുക്ക് ദൈവശബ്ദത്തെ തിരിച്ചറിയാം, നമുക്ക് അതിന് വില കൊടുക്കാം. Hallelujah. Because God is speaking prophetic messages. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ യോസേഫ് കാരാഗ്രഹത്തിലാണ്. യോസേഫ് എവിടെയാണെങ്കിലും ഈ സ്വപ്നം പ്രാപിച്ചവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രതികൂല അവസ്ഥകളിലും വിഷമേറിയ അവസ്ഥകളിലും അവൻ ചിരിച്ചോണ്ടിരിക്കും. എത്ര ഡൗൺ ആയി പോയാലും അവന്റെ മുഖം പ്രകാശിക്കും, അവൻ പിന്മാറുകയില്ല. അതിന്റെ കാരണം, ഞാൻ ദൈവത്തിൽ നിന്നൊരു സ്വപ്നം പ്രാപിച്ചിരിക്കുന്നു, ഞാനൊരു ദൂത് പ്രാപിച്ചു, എനിക്കൊരു വാഗ്ദത്തം ഉണ്ടെന്ന്. അതുകൊണ്ട് ആ വാഗ്ദത്തത്തിന് വിരോധമായ കാര്യങ്ങൾ നടക്കുന്നുവെങ്കിലും അതിൽ ലവലേശം പ്രയാസപ്പെട്ടു പോകാതെ, മനപ്പീഡയിലായി പോകാതെ, വീണ്ടും വീണ്ടും ദൈവം കാണിച്ച ആ ദർശനത്തിലേക്ക്, ആ സ്വപ്നത്തിലേക്ക് തന്നെ നോക്കി തന്നെ come on Joseph, it's okay, God is working on my behalf. Hallelujah. കാരാഗ്രഹത്തിലാണ്. സ്വപ്നം നമുക്ക് പെട്ടെന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം. യെസ്. മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും രണ്ടുപേരെ വിധിച്ചു, പാനപാത്രവാഹകനെയും അപ്പക്കാരനും രണ്ടുപേരും. നമുക്ക് ആ കഥയൊക്കെ അറിയാവുന്ന. ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. ദൈവം സ്വപ്നങ്ങളെ നൽകുന്നവനാണ്, സ്വപ്നങ്ങളിലൂടെ ഇടപെടുന്നവനാണ്. രണ്ടുപേരും, പാനപാത്രവാഹകനും പിന്നെ
അപ്പക്കാർ രണ്ടുപേരും സ്വപ്നം കാണുക. അവർ രണ്ടുപേരും സ്വപ്നം കണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ യോസേഫ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? യെസ്. രാവിലെ യോസെഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദ ഭാവത്തോടെ ഇരിക്കുന്നത് എന്ത്? നിങ്ങൾ വിഷാദ ഭാവത്തോടെ ഇരിക്കുന്നത് എന്ത്? അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വപ്നം കണ്ടു, പക്ഷേ ഈ സ്വപ്നം കുറച്ച് സാധാരണ സ്വപ്നമല്ല. എന്തൊക്കെയോ ഞങ്ങൾ കണ്ടു, പക്ഷെ ഇതൊന്നും വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല. യെസ്. യോസെഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? സ്വപ്നക്കാരനായ യോസെഫ് 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു തുടങ്ങിയെങ്കിലും ഈ സ്വപ്നം തനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടാക്കിയെങ്കിലും ദൈവത്തിൽ നിന്നുള്ള സ്വപ്നമാണ് നാം തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങളെ പരിചാരാതെ, തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ പരിചാരാതെ, സ്വപ്നം തന്ന ദൈവത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ സ്വപ്നത്തെ കാണുക മാത്രമല്ല, തനിക്ക് ദൈവം ഒരു ഗിഫ്റ്റ് നൽകിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആ തലത്തിലേക്ക് താൻ വളർന്നു. He sharpened his skill. ഇതിന്റെ അർത്ഥം ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം താൻ സ്വപ്നങ്ങൾ കാണുകയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ശീലം തനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് അവിടെ വന്ന് സ്വപ്നം വ്യാഖ്യാനിച്ചതല്ല, ഒരുപക്ഷെ പോത്തിഫറിന്റെ ഭവനത്തിലും താൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് കാണുമായിരിക്കും. ഹല്ലേലൂയ. തനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കൃപയെ, അത് ദൈവത്തിൽ നിന്ന് ആ ഗിഫ്റ്റിനെ, ദൈവം തന്നെ ആ ടാലന്റിനെ നല്ലോണം വ്യാപാരം ചെയ്തുകൊണ്ട് കാരാഗ്രഹത്തിലാണ്, പ്രതികൂലമായ സാഹചര്യത്തിലാണ്, താനും ഒരു ജയിൽ പുള്ളിയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന് he had an excellent spirit. ബാക്കിയുള്ളവർ വിശ്വസിച്ചപ്പോൾ യോസേഫ് പറയുക, do not interpretations belong to God. വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലേ? സ്വപ്നങ്ങൾ തരുന്ന ദൈവം തന്നെ എന്ത് ചെയ്യും? സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് തരികയില്ലയോ? Our God is a God of dreams and a God who can interpret dreams for us. Hallelujah. പിന്നെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം പറ, ഞാൻ നോക്കട്ടെ, എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്ന്. Tell me them, I pray you. ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാം. ദൈവം ഈ സമയങ്ങളിൽ ഈ ശുശ്രൂഷകൾ യോസെഫുമാരെ, ഡാനിയലുമാരെ ദൈവത്തിന്റെ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കണ്ട് അതിനെ കാണുക മാത്രമല്ല, അതിനെ നൈപുണ്യമായി വ്യാഖ്യാനം ചെയ്ത് ജാതികമായ രാജാക്കന്മാരെ, ഫറോഹന്മാരെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ, ആ വലിയ സ്വാധീനം ഒരു രാജ്യത്തെ ക്ഷാമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ദൂതവാഹകരായതുപോലെ God is raising out Josephs and Daniels who can receive dreams and interpret dreams. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ദൂതുകൾ പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ കൊണ്ടുവരുവാൻ. Yes, നമുക്കത് വായിക്കാം. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ തന്റെ സ്വപ്നം അറിയിച്ച് പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി. എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി. താൻ കാണുന്ന സ്വപ്നമാണ്. മുന്തിരിവള്ളിയിൽ നിന്ന് 3 കൊമ്പ്. മുന്തിരിവള്ളിയിൽ നിന്ന് 3 കൊമ്പ്. മുന്തിരിവള്ളിയിൽ നിന്ന് 3 കൊമ്പുകൾ വരികയാണ്. അത് തളിർത്ത് പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു. പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു. ഫറവോന്റെ കയ്യിൽ കൊടുത്തു. സ്വപ്നം. മുന്തിരിവള്ളി, 3 കൊമ്പുകൾ വന്നു. ഫറവോന്റെ പാത്രം എന്റെ കയ്യിൽ, ഞാൻ അത് പാനം ചെയ്യുന്നു. യോസെഫ് അവനോട് പറഞ്ഞു, യോസെഫ് പറഞ്ഞു, വ്യാഖ്യാനിക്കാൻ, ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. സ്വപ്നക്കാരൻ യോസെഫ് മാത്രമല്ല, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ നൈപുണ്യം പ്രാപിച്ച യോസെഫ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. യെസ്. അതിന്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്നെ സ്ഥാനത്താക്കും. കടാക്ഷിച്ചതിനെ വീണ്ടും തിരിച്ചതിനെ ആ സ്ഥാനത്ത് തന്നെ ആക്കും. നീ പാനപാത്രവാഹനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. സ്തോത്രം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ, യോസെഫ് പറയുന്നത്, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഓർക്കണം. ഞാൻ സ്വപ്നം വ്യാഖ്യാനിച്ചതല്ലേ, നീ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നീ ഒന്ന് പറയണേ. അപ്പൊ ഇത് കേട്ടപ്പോൾ അപ്പം പാനം ചെയ്യുന്ന ആള്, യെസ്, അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസെഫിനോട്, ഞാനും സ്വപ്നത്തിൽ എന്റെ കയ്യിൽ വെളുത്ത അപ്പമുള്ള എന്റെ കയ്യിൽ 3 വെളുത്ത അപ്പം ഉണ്ടായിരുന്നു. 3 കുട്ട കണ്ടു. മേലത്തെ കുട്ടയിൽ ഫറവോന്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എന്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് യോസെഫ്, വീണ്ടും ഈ അപ്പം പാനം ചെയ്യുന്ന, അപ്പം കൊടുക്കുന്ന ഈ മനുഷ്യരും സ്വപ്നം കണ്ടു. 3 കൊട്ടകൾ, ഫറവോന് വേണ്ടിയുള്ള അപ്പം, പക്ഷികൾ ആ തിന്നുകളഞ്ഞു. യോസെഫ് അത് വ്യാഖ്യാനിക്കുക. And Joseph answered and said, this is the interpretation thereof. 3 baskets of 3 days. Yes. അതിന്റെ അർത്ഥം ഇതാകുന്നു, 3 കുട്ട 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തലവെട്ടി നിന്നെ ഒരു മരത്തിൽ തൂക്കും. 3 ദിവസം കൊണ്ട് നിന്റെ തലവെട്ടി ഫറവോൻ നിന്നെ മരത്തിൽ തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയുമെന്ന് പറഞ്ഞു. ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് പോലെ അങ്ങനെ സംഭവിച്ചു. പാനപാത്രവാഹകനെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് അവനെ തിരിച്ച് ഫറവോ എടുത്തു. പക്ഷേ അപ്പം പാനം ചെയ്യുന്ന വ്യക്തിയെ തൂക്കിക്കൊല്ലുവാൻ ഇടയായിത്തീർന്നു. യോസെഫ് വ്യാഖ്യാനിച്ച ആ സ്വപ്നം ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം വ്യാഖ്യാനിച്ച് കൃത്യമായി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്വപ്നങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ വീണ്ടും സ്വപ്നമൊക്കെ കണ്ടു, വ്യാഖ്യാനിച്ചു. വീണ്ടും 2 വർഷം യോസെഫ് കാരാഗ്രഹത്തിൽ തന്നെ കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാലതാമസങ്ങൾ നമുക്ക് താമസമാണെങ്കിലും ചിലതെല്ലാം നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ, അത് മനുഷ്യന്റെ കരമല്ല, ദൈവകരമാണ് നമ്മെ പൊക്കിയതെന്ന്, ദൈവകരമാണ് നമ്മളെ ഉയർത്തിയതെന്നും, ദൈവമാണ് നമ്മളെ ആ സ്ഥാനത്ത് ആ സ്വപ്നത്തെ നിവർത്തിച്ചെടുത്തതെന്ന്, ആ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ
എത്ര നല്ലൊരു സാധ്യതയായിരുന്നു യോസെഫിന് പുറത്തിറങ്ങുവാൻ. പക്ഷെ 2 വർഷം കൂടെ കാരാഗ്രഹത്തിൽ സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് താൻ മടുത്തു പോയില്ല, താൻ നിരാശപ്പെട്ടു പോയില്ല. അവിടെയും തന്നെ ഏൽപ്പിച്ച ആ ജോലിയിൽ താൻ മുമ്പോട്ട് പോയി. 41-ാമത്തെ അധ്യായം. യെസ്. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്നാൽ അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുള്ള വേറെ 7 പശു നദിയിൽ നിന്ന് കയറി നദീതീരത്തെ മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. ഫറവോൻ ഉണരുകയാണ്. ഭയങ്കര ഒരു സ്വപ്നം. 7 നല്ല പുഷ്ടിയുള്ള പശുക്കൾ അവർ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ സ്തോത്രം, വികൃതമായ ഭയങ്കര പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയും ഉള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. യെസ്. അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമത് ഒരു സ്വപ്നം കണ്ടു. രണ്ടാമത് വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു, അത് സ്വപ്നമെന്ന് അറിഞ്ഞു. And the 17 years devoured the 7 ranks and full years, and Pharaoh awoke, and behold, it was a dream. 2 സ്വപ്നങ്ങൾ. വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവം സ്വപ്നങ്ങളെ കൊടുക്കുകയാണ്. ദൈവം സ്വപ്നങ്ങളുടെ ദൈവമാണ്. സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ഫറോ എന്ത് ചെയ്തു? കൊട്ടാരത്തിലുള്ള എല്ലാ മന്ത്രവാദികളെയും അവിടെയുള്ള എല്ലാ ബുദ്ധിമാന്മാരെയും എല്ലാം വിളിച്ചതിനെ വ്യാഖ്യാനിക്കാൻ. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ വാഹകൻ ഓർക്കുന്നത്, എന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് അത് കൃത്യമായി സംഭവിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ. 25-ാമത്തെ വാക്യം, യോസെഫിനെ വിളിക്കുകയാണ്. യോസെഫിന് ഒരു അവസരം കൊടുക്കുകയാണ്. യെസ്. അപ്പോൾ യോസെഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ. ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. God has revealed it to you. Yes. 7 നല്ല പശു 7 സംവത്സരം. 7 നല്ല പശു. നോക്കി, വ്യാഖ്യാനമാണ്. 7 നല്ല പശുക്കൾ, 7 good cows are 7 years. നല്ല കതിരും 7 സംവത്സരം. ഒറ്റ സ്വപ്നം തന്നെയാണ്. 7 കതിരുകളും 7 വർഷം. സ്വപ്നം ഒന്ന് തന്നെ. അവയുടെ പിന്നാലെ കയറുവെന്ന മെലിഞ്ഞും വിരൂപമായുള്ള 7 പശുക്കൾ, കിഴക്കൻ കാറ്റിലെ കരിഞ്ഞും പതിരായുള്ള 7 കതിരും 7 കതിരും 7 സംവത്സരം. 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരം. ക്ഷാമമുള്ള. സ്തോത്രം. ഹല്ലേലൂയ. 32-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യെസ്. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ, സ്വപ്നം 2 വട്ടം ഉണ്ടായതോ, കാര്യം ദൈവത്തിന് മുമ്പാകെ സ്ഥിരമായിരിക്കുകൊണ്ട്, ഈ കാര്യം ദൈവത്തിന് മുമ്പാകെ സ്ഥിരമായിരിക്കുന്നുകൊണ്ടും, ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തിനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള ഒരു ദൈവിക ആലോചന സ്വപ്നങ്ങളിലൂടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ദേശം ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. 7 വർഷത്തിൽ ഭയങ്കര സമൃദ്ധിയുടെ 7 വർഷം. അത് കഴിഞ്ഞ് 7 വർഷം ക്ഷാമത്തിന്റെ 7 വർഷം. ഭൂമിയിലെല്ലാം വലിയ ക്ഷാമമായി. യാക്കോബിന്റെ മക്കളും അവിടെ പോലും ഭയങ്കര ക്ഷാമമായി. ആഹാരമില്ലാതായപ്പോൾ മിസ്രൈമിലേക്ക് വന്ന് ഫറവോന് ദൈവം വെളിപ്പെടുത്തി. അതിലൂടെ ദൈവം പ്രവർത്തിച്ച ആ ദൈവപ്രവൃത്തിയുടെ ഒരു ഭാഗമായി തീരുവാൻ ഇടയായി തീർന്നു. God is a giver of dreams. Hallelujah. യോസെഫിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ 17-ാമത്തെ വയസ്സിൽ താൻ ആ സ്വപ്നം പ്രാപിച്ച ആദ്യത്തെ സ്വപ്നം, തന്റെ ഭാവിയെ കുറിച്ച്, തന്റെ ഡെസ്റ്റിനിയെ കുറിച്ച്. ഏകദേശം 13 വർഷം എടുത്തു താൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി തീരുവാൻ. 13 വർഷം, 13 years. ഹല്ലേലൂയ. താൻ പൊട്ടക്കുഴിയിലൂടെയും കാരാഗ്രഹത്തിലൂടെയും താൻ തിരസ്കരിക്കപ്പെടുകയും പ്രതികൂല അവസ്ഥകളിലൂടെ പോകുവാൻ ഇടയായി. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഈ സ്വപ്നം, the dream kept him alive. The dream kept him agile. The dream kept him confident. 13 വർഷം. അത് കഴിഞ്ഞ് വീണ്ടും 9 വർഷം കഴിഞ്ഞു. തന്റെ സഹോദരന്മാരും തന്റെ അപ്പനും താൻ കണ്ട ആദ്യത്തെ സ്വപ്നം പോലെ തന്റെ മുമ്പാകെ വണങ്ങുന്ന ആ നിലവാരത്തെ 22 വർഷം താൻ പ്രാപിച്ച 17-ാമത്തെ വയസ്സിൽ പ്രാപിച്ച സ്വപ്നത്തിന്റെ നിവൃത്തി 22-ാമത്തെ വർഷത്തിലാണ് അത് നിവൃത്തിയായത്. God is a giver of dreams. കർത്താവേ, അങ്ങ് സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, വ്യത്യസ്തമായ നിലവാരങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ, അങ്ങയുടെ പ്ലാനുകൾ, അങ്ങയുടെ ഹൃദയം ഞങ്ങളോട് വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി, അങ്ങയുടെ വഴികൾക്കായി, അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പ God, we want to thank you. ഈ അന്ത്യനാളുകളിൽ സകല ജനത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ, പ്രവചനാത്മാവിനെ സ്വന്തം അളവില്ലാതെ നമ്മുടെ മേൽ പകരുമ്പോൾ, സ്വപ്നങ്ങളും ദർശനങ്ങളും വർദ്ധിച്ചു വരികയാണ്. There is a multiplication and an explosion. ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവത്തിന്റെ സ്വപ്നങ്ങളെ കാണുവാനും വ്യാഖ്യാനിക്കുവാൻ the Josephs and the Daniels are rising. ദേശത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റുവാൻ ദൈവത്തിന്റെ ദൂതുകളെ, ദൈവത്തിന്റെ എള്ളപ്പാടുകളെ, ദൈവത്തിന്റെ ആലോചനകളെ അധികാരികളോട്, പ്രധാനമന്ത്രികളോട്, പ്രസിഡന്റുമാരോട്,
യോസഫിന്റെയും ഡാനിയലിന്റെ സമയത്ത് അന്ന് ഭരിച്ച ഫറോന്മാരെ സ്വാധീനിക്കുവാൻ, അവരിലേക്ക് ദൈവത്തിന്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ളവരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യോസഫിനെയും ഡാനിയലിനെയും കർത്താവെ അങ്ങ് ഉപയോഗിച്ചതുപോലെ അന്ത്യകാലങ്ങളിൽ അതിനേക്കാൾ അപ്പുറമായി ഒരു നെബൂഖദ്നേസർ രാജാവിനോട് തന്റെ സ്വപ്നത്തെ താൻ മറന്നുപോയപ്പോൾ അതിനെ വിവരിക്കുവാനും അതിനെ വിവേചിക്കുവാനും, oh yes, the days have come when God is stirring the spirit. ഞങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പാ. There is a river of life that's flowing out from us. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ഒരു ജീവൻ നദിക്കായി, അത്ഭുത നദിക്കായി, വെളിപ്പാടിന്റെ നദിക്കായി, സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വെളിപ്പാടുകളെയും വ്യാഖ്യാനങ്ങളെയും നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വൻ പ്രവർത്തികൾക്കായി അല്പസമയം നമ്മുടെ ശബ്ദങ്ങളെ ഉയർത്തുന്ന ദൈവത്തെ നന്ദി പറയാം. Let's lift up our voice and say thank you Jesus. കർത്താവേ, അങ്ങയുടെ ജനത്തിന്മേൽ, അങ്ങയുടെ മക്കളുടെ മേൽ, ഈ ദൈവശബ്ദം കേട്ടിരിക്കുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു നദി ഒഴുകുന്ന പോലെ ഒരു വലിയ ആത്മപ്രവാഹം. എല്ലാവരും സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവത്തിന്റെ അള്ളപ്പാടുകളും ദൈവത്തിന്റെ വെളിപ്പാടുകളും ദൈവശബ്ദം കേൾക്കണം. Everyone hear the voice of God. ദൈവത്തിന്റെ ശബ്ദത്തെ വ്യക്തമായി, കൃത്യമായി, വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി ദൈവത്തിന്റെ സ്വപ്നങ്ങളെയും ദൈവത്തിന്റെ ദർശനങ്ങളെയും പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു തലമുറയെ കർത്താവ് പുറത്തെടുക്കുന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ I speak the blessings, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, the anointing, the anointing, the anointing. ആ ദൈവിക അഭിഷേകം പകരപ്പെടുക. The anointing to see and to hear from God. ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വെളിപ്പാടുകളെയും പ്രാപിക്കാനുള്ള ദൈവിക കൃപകളും അഭിഷേകം. May there be a flow of the revelatory gifts of God. ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ ഒരു വലിയ പ്രവാഹം. In the name of Jesus Christ of Nazareth.